ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്ന എക്സൽ എങ്ങനെ സ്പാർക്ക് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സ്പാർക്ക് ലൈൻസ് വെച്ചാൽ ഒന്നുമല്ല, ഒരു ഗ്രാഫാണ്. ഒരു സിംഗിൾ കോളത്തിൽ തന്നെ വരുന്നൊരു ഗ്രാഫാണ്. കുറേ സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്ന് ഒരു സിംഗിൾ കോളത്തിലേക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് കാണിക്കുന്നതാണ് സ്പാർക്ക് ലൈൻസ്. ഇവിടെ നമുക്ക് കാണാമല്ലോ, ഈ കോളം കണ്ടില്ലേ, ഈ ഒരു ടേബിൾ കണ്ടാൽ നിങ്ങൾക്കറിയാം കുറേ പ്ലെയേഴ്സ് ഉണ്ട്, അവരുടെ സ്കോർസ് ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു സ്പാർക്ക് ലൈൻ ഒരു കോളം ഉണ്ട്. അതിനകത്ത് പ്ലെയർ വണ്ണിൻ്റെ സ്കോറിനെ ബേസ് ചെയ്താണ് ഇവിടെ ഗ്രാഫ് വന്നേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ 56 വന്നപ്പോൾ ലാസ്റ്റ് ലൈൻ നേരെ മേളിലോട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ 0 ആക്കുക എന്നിട്ട് ആ ലൈൻ താഴോട്ട് വരും, കണ്ടില്ലേ. അപ്പോൾ അത് ഞാൻ ബേസ് ചെയ്ത ഒരു ഗ്രാഫ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അതും സ്പാർക്ക് ലൈൻ എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ച്. സ്പാർക്ക് ലൈൻ പല ടൈപ്പിലുണ്ട്. ലൈനായിട്ടുള്ള ഗ്രാഫുണ്ട്, ബാർ ടൈപ്പുള്ള ഗ്രാഫുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചുതരാം. അത് ഇന്ന് നമുക്ക് ലൈൻ ഗ്രാഫ് നമുക്ക് എങ്ങനെ സ്പാർക്ക് ലൈൻ ഗ്രാഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, പുതുതായിട്ട് ഒന്നുകൂടെ ഇവിടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ഒരു കോളം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് പ്ലെയർ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പാർക്ക് ലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അത് നമ്മൾ എക്സൽ ഷീറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ പോവുക. അവിടെ കുറേ മെനൂസ് ഉണ്ടല്ലോ, ടാബ്സ്: ഹോം, ഇൻസേർട്ട്, പേജ്, ലേ ഔട്ട്, ഫോർമുലാസ്. അതിനകത്ത് ഇൻസേർട്ട് എന്നൊരു ടാബ് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് സെലക്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ഗ്രാഫൊക്കെ ഇൻസേർട്ട് ചെയ്യാനും ഇമേജ് ഇൻസേർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി റൈറ്റിലേക്ക് പോകാമെങ്കിൽ ഇതുണ്ടോ, ഈ 3D മാപ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉണ്ട് ലൈൻ, കോളം, സ്പാർക്ക് ലൈൻസ് ഉണ്ടോ. സ്പാർക്ക് ലൈൻസ് എന്നൊരു ചെറിയ റിബൺ ഉണ്ട്. അതിനകത്ത് ലൈൻ സ്പാർക്ക് ലൈൻസ് ഉണ്ട്, കോളം സ്പാർക്ക് ലൈൻസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പിലുണ്ട്. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഇതുണ്ട്, വിൻഡോസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ലൈൻ സ്പാർക്ക് ലൈൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പറയാം. അപ്പോൾ നമ്മളാദ്യം ഈ ലൈൻ എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുക. അതിന് മുമ്പ് നമുക്ക് എവിടെ സ്പാർക്ക് ലൈൻ വേണ്ടി അവിടെ കൊണ്ട് ആദ്യം കോളം വെക്കുക. എന്നിട്ട് വേണം ഇൻസേർട്ടിൽ പോയിട്ട് ലൈൻ എന്നുള്ള സ്പാർക്ക് ലൈനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡാറ്റ റേഞ്ച് ചോദിക്കും. ഡാറ്റ റേഞ്ചിനകത്ത് നമ്മൾ ഇപ്പം ഇവിടെ പ്ലെയർ വണ്ണിൻ്റെ ഇല്ല നമുക്ക് കണ്ടേ. ഇപ്പം പ്ലെയർ വണ്ണിൻ്റെ സ്കോർസ് സെലക്ട് ചെയ്യുക. F7 മുതൽ J7 വരെ. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. കണ്ടില്ലേ, അവിടെ സ്പാർക്ക് ലൈൻ വന്നു കഴിഞ്ഞു. ഈ കോളം ഇച്ചിരി ഒന്ന് വലുതാക്കാൻ, എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് ഇച്ചിരി നല്ല രീതിയിൽ കാണാം സ്പാർക്ക് ലൈൻ. അതുപോലെ തന്നെ പ്ലെയർ 2, പ്ലെയർ 3, പ്ലെയർ 4 ഇവർക്കെല്ലാം നമുക്ക് ഇതേ സെയിം അപ്ലൈ ചെയ്യാം സ്പാർക്ക് ലൈൻ. ജസ്റ്റ് ഈ സ്പാർക്ക് ലൈൻ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതി താഴോട്ട്. ഓക്കെ, മൗസ് കൊണ്ട് കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു ക്രോസ് വരുന്നുണ്ടല്ലേ, എന്നിട്ട് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ട് വലിച്ചാൽ മതി, ഡ്രാഗ് ചെയ്യാം. കണ്ടില്ലേ, ഓരോ പ്ലെയേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പാർക്ക് ലൈൻസ് ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഇപ്പം ഞാൻ പ്ലെയർ 3യുടെ 78 എന്നുള്ള ഞാനൊരു 2 ആക്കുക. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഹമ്പ് ഒന്ന് കുറയുന്നുണ്ടോ, കണ്ടോ, ചേഞ്ച് ആയില്ലേ. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാത്തിൻ്റെയും നമുക്ക് ഇവിടെ വാല്യൂ മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ സ്പാർക്ക് ലൈൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ എക്സൽ ട്യൂട്ടോറിയൽ. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടായി ചാനൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യണം. കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഉടനെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.